ഇൻകം ടാക്സ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണക്കിൽ വരാത്ത വല്ല പൈസയും വന്നു കഴിഞ്ഞാൽ അതിനെന്താണ് കോൺസിക്വൻസസ് ഉണ്ടാവുക? അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, പണത്തിൻ്റെ ഇടപാടുകളൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിക്കുകയാണെങ്കിൽ, പിടിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ, പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ പെനാൽറ്റി അല്ലെങ്കിൽ അതിന് ടാക്സായിട്ട് അടക്കേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ്. നമ്മൾ പണം കടം വാങ്ങിച്ച് കണക്ക് കൊടുക്കാൻ പറ്റില്ല. അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ, നമ്മൾ കുറച്ച് പൈസ ചിലവാക്കിയിട്ടുണ്ട്, കിട്ടിയ സോഴ്സ് നമുക്കറിയില്ല. അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ കുറച്ച് പൈസ അവിടെ സ്ഥലത്തിലും ഗോൾഡിലും വണ്ടിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് എവിടെ നിന്നാണ് വന്നതെന്ന് കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത തുക എത്രയാണോ അതിൻ്റെ 78% സർക്കാരിന് ടാക്സ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ നിയമപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ എല്ലാവരെയും പിടിക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ 100 രൂപയാണ് പിടിക്കുന്നതെങ്കിൽ 78 രൂപ നിങ്ങൾ സർക്കാരിന് എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് ഇനത്തിൽ കൊടുക്കേണ്ടി വരും. അപ്പം അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷേ ചോദിച്ച ചോദ്യത്തിന് ഞാൻ താൽക്കാലികമായിട്ടൊരു ക്ലാരിറ്റി തന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കണക്കിൽ വരാത്ത പൈസ വന്നു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് രക്ഷപ്പെടും. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോൺസിക്വൻസുകളുണ്ട്. സൂക്ഷിച്ചാൽ